നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. പിന്നെ അത് എങ്ങനെ സൂക്ഷിക്കണം, എവിടെ സൂക്ഷിക്കണം, അത് എന്താണ് എമർജൻസി ഫണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നിങ്ങളുടെ അടുത്തൊരു 3 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ ഒരു 9 മാസം വരെയുള്ള ഒരു ദൈനംദിനം നമ്മുടെ ഡെയിലി ചെലവുകൾക്കുള്ള പണം ഒരു പക്ഷേ നിങ്ങൾ സേവ് ചെയ്ത് മാറ്റി വെക്കുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്യാഷിന്റെ ഒരു എമർജൻസി വന്നാൽ നിങ്ങൾക്ക് എന്താണ് ആ ഫണ്ട് എടുത്ത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരുപക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് കടം മേടിക്കും, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺ എടുക്കാം. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മൾ കടത്തിൽ നിന്നും കടത്തിലേക്ക് കൂടെ പോയി കഴിയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാവും അല്ലേ. അപ്പൊ അതിന് പകരം നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് എന്താണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ എമർജൻസി ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ എങ്ങനെ നമ്മൾ സൂക്ഷിക്കുക, എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യും, എവിടെ കീപ്പ് ചെയ്യും. ഒന്നാമത് നമുക്കൊരു ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇതിനേക്കാളൊക്കെ വളരെ 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 ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്കീമാണ് മ്യൂച്വൽ ഫണ്ടുകളിലെ ലിക്വിഡ് പ്ലസ് അല്ലെങ്കിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ആർബിട്രേജ്, ഇങ്ങനെയുള്ള കുറെ ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി തരുന്ന ഫണ്ടുകളാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എമർജൻസി കണ്ടിജൻസി ഫണ്ടിന് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ആണല്ലേ. അതിന് ഒരു റിട്ടേൺ വളരെ കുറവാണല്ലേ, അത് 2.5% 3.5% ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് FD അല്ലേ. അതായത് ബാങ്ക് FDയിൽ അതായത് ലോക്ക് ഇൻ പീരീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രീമച്വർ, അതായത് നമുക്ക് ഒരു 9 മാസം കിട്ടി കഴിഞ്ഞാൽ 8 മാസം നമുക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇനി മ്യൂച്വൽ ഫണ്ടിന്റെ കുറെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞില്ല, ലിക്വിഡ് പ്ലസ് ഫണ്ടുകൾ, ആർബിട്രേജ് ഫണ്ടുകളൊക്കെ അല്ലേ. ഇത് നമുക്ക് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് റിട്ടേൺ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഒരു 6% 7% റിട്ടേൺ നമുക്ക് കിട്ടും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനും പറ്റും. എൻട്രി എക്സിറ്റുകൾക്ക് പ്രത്യേകിച്ച് ഒരു കാലയളവോ അല്ലെങ്കിൽ അതിന് വേറെ കണ്ടീഷൻസോ അങ്ങനെ ഒന്നുമില്ല. അതായത് ഉയർന്ന റിട്ടേൺ വേണ്ടവർക്കും സേഫ്റ്റി വേണ്ടവർക്കും ലിക്വിഡിറ്റി വേണ്ടവർക്കും ഒക്കെ ഇത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു സ്കീമാണ് മ്യൂച്വൽ ഫണ്ടിലെ സ്കീമുകൾ. ഇനി നിങ്ങൾക്ക് വേറെ ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുന്ന തുകയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും അതുപോലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സിലും ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും നിങ്ങൾക്ക് 3 വരെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം. തന്നെ തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കുക. അല്ലാതെ ഒരു എക്സ്പേർട്ടിന്റെ ഒരാളുടെ ആരെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ എക്സ്പേർട്ടിനോട് സംസാരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സേവനം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു ഡിസ്കഷനും ഇല്ല. അതൊരു അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് പണം കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഒന്നുപോലെ കടം ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇല്ലാത്തവർ ഇന്ന് തന്നെ ഒരു എമർജൻസി ഫണ്ടിന് ഒരു പ്രൊവിഷൻ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്.